നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നന്നമ്പ്ര പഞ്ചായത്തിലെ ഇരട്ടകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള കുടിഞ്ഞി പ്രദേശം ഉൾപ്പെടെയുള്ള നന്നമ്പ്ര പഞ്ചായത്തിലെ മൊത്തം ഇരട്ടകളുടെ എണ്ണമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടുക്കുന്നത്. നിലവിൽ ഇരട്ടകളുടെ എണ്ണം ആധികാരികമായി ഇല്ലാത്തത് ഇരട്ടകളെക്കുറിച്ച് പഠിക്കുന്നതിനും മറ്റും വരുന്നവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും ഇരട്ടകൾക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും കൃത്യമായ വിവരശേഖരണം അത്യാവശ്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഔദ്യോഗിക തലത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും ആശാ അങ്കണവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിലുമാണ് വിവരശേഖരം നടത്തുന്നത്. വിവരശേഖരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊടിഞ്ഞി ഫാറൂഖ് നഗർ 20-ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സൌദ മരക്കാരുട്ടി, ബ്ലോക്ക് മെമ്പർ ഷാഫി പൂക്കേൽ, സ്ഥിരസമിതി അധ്യക്ഷനായ ഇ.പി. ഷൌക്കത്ത് അലി, പി.കെ.എം. ബാവ, മെമ്പർമാരായ ലുബ്ന ഷാജഹാൻ, ഫൈസൽ കുഴിമണ്ണിൽ, എം.പി. ചന്ദ്രൻ, പി.പി. മുനീർ, ജിജേഷ് കുന്നുമൽ, മൊയ്തീൻകുട്ടി കുടിഞ്ഞേത്ത, നവ്യ, സതീദേവി, ഷമീമ, റഷീദ് മറ്റത്ത്, ജാഫർ പനേത്തിൽ, എം.എം. ഫൈറൂസ, കെ. റുബീന, സമീറ, പഞ്ചായത്ത് സെക്രട്ടറി ബിൽക്കീസ് ചീരോത്ത്, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി.കെ. ഷമീന, മുസ്തഫ ഊർപ്പായി, വി.കെ. ആലംകീർ, സക്കരിയ മറ്റത്ത്, കെ.വി. ഹംസ, പി. നിയാസ് കുണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് കൊടിഞ്ഞി പ്രദേശത്തെ ഇരട്ടകളുടെ വിവരം ശേഖരിക്കാനായി ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ ഉള്ള ഗ്രാമം എന്ന പേരിലാണ് കൊടിഞ്ഞി അറിയപ്പെടുന്നത്. എന്നാൽ ഇരട്ടകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിർത്തുകയാണ്. കൃത്യമായ ഒരു കണക്ക് ഒരു അധികാര കേന്ദ്രങ്ങളിലും ഇത് സംബന്ധിച്ച് ലഭ്യമല്ല. ആ ഒരു പോരായ്മ നികത്തുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഉദ്യമം നടത്താനായി പ്രേരിപ്പിച്ചത്. 5 സ്ക്വാഡുകളായി കുണ്ടൂർ PMST കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് 1-ാം ഘട്ടത്തിൽ സർവേക്കുള്ള ടീം അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. തുടർന്ന് അംഗൻവാടി ടീച്ചേഴ്സിന്റെയും ആശാ വർക്കർമാരുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയൊക്കെ സേവനം ഈ രംഗത്ത് പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുടുംബങ്ങളുടെ സമഗ്രമായ ഒരു സമ്പൂർണ്ണ സംഗമം സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ മേഖലയിൽ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയും പഞ്ചായത്ത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പല തരത്തിലുള്ള ശ്രമങ്ങളും ഈ രംഗത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ രീതിയിൽ ഇപ്പോഴും ഇവരെ സംബന്ധിച്ച ഒരു സ്ഥിതിവിവര കണക്ക് ആധികാരികമായി ലഭ്യമാക്കുന്നതിൽ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. ആ പ്രയാസം നേരിടാൻ, അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ബഹുജന സംഘടനകളും പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ പിന്തുണക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ശേഖരണത്തിൽ പഞ്ചായത്ത് അവലംബിച്ചിട്ടുള്ളത് ഗൂഗിൾ ഷീറ്റ് വഴിയുള്ള വിവരശേഖരണമാണ്. ഞങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച് സർവേ ടീം അംഗങ്ങൾ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി വിവരം ശേഖരിക്കുമെന്ന് തന്നെയാണ്. ആരെങ്കിലും സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അധികമായി വിവരങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പഞ്ചായത്ത് ഭരണസമിതിയെ നേരിട്ടോ അല്ലെങ്കിൽ സർവേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ് വഴിയോ വിവരങ്ങൾ എത്തിക്കണം.
മാത്രവുമല്ല പഞ്ചായത്തിൽ നേരത്തെ ജനിച്ചു വളർന്നവർ ഇപ്പോൾ താമസം മാറ്റിയ ആളുകൾ കൂടി ഈ സർവേയുടെ ഭാഗമായി ഇതിൽ പങ്കെടുക്കണം, പങ്കാളികളാകണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.